അങ്ങനെ കാത്തിരുന്ന് നോമ്പും പെരുന്നാളും അങ്ങ് ഷിറോന്ന് പറഞ്ഞു പോയി. ഇത്ര ഫാസ്റ്റിൽ അങ്ങ് ഓടിപ്പോയി അല്ലേ. പിടുത്തം കിട്ടാത്ത രീതിയിൽ പൊക്കളഞ്ഞ ഒരു 30 ദിവസത്തെ ചലഞ്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വലിഞ്ഞു പോകും. പക്ഷെ നോമ്പ് വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല. അപ്പോൾ വെയിറ്റ് ഒന്ന് നോക്കിയാലാ, കയറുമല്ലേ എല്ലാവരും വെയിങ് മെഷീനിലേക്ക്. ഇങ്ങനെ കയറി നിന്നിട്ട് ഞെട്ടിയവരുണ്ടാ അല്ലെങ്കിൽ സന്തോഷിച്ചവരുണ്ടാ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സത്യസന്ധമായിട്ട് പറയണം. ഈ 30 ദിവസത്തെ നോമ്പിന് നല്ല രീതിയിൽ ഞാൻ തുടക്കം മുതലേ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ മോട്ടിവേഷൻ തരുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ നിങ്ങളെ എന്താ പറയുക ഉന്തി തള്ളി വിടുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് കയറി നിന്നിട്ട് ഇപ്പം നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം രാവിലെ വെയിറ്റ് നോക്കിയിട്ട് സന്തോഷിച്ചവരുണ്ടാ അല്ലെങ്കിൽ ടെൻഷനായവരുണ്ടാ? ടെൻഷനാകണ്ട. കാര്യം ടെൻഷൻ അടിച്ച് വീണ്ടും കൂട്ടുന്നതിന് നല്ല നമ്മുടെ വാട്ടർ വെയിറ്റ് കൂടിയതാണ്, നമുക്ക് പതിയെ കുറച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത്. നമുക്കൊരു നിമിഷത്തെ ആ ഒരു ഇതിൽ നമ്മൾ തള്ളി ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് വെയിറ്റ് കൂടുന്നത്. അപ്പോൾ സത്യസന്ധമായി പോരട്ടെ കമൻസിലൂടെ ആരുടെയൊക്കെ വെയിറ്റ് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ സന്തോഷിച്ചിട്ടുണ്ട്, എത്ര വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയണം കേട്ടോ.